ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ, അതിൻ്റെ അകത്ത് മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിന് വട്ടാണോ എന്ന് പോലും സംശയമുണ്ട്. അമ്മാതിരി സാധനമാണ് കാണിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും സിനിമ കൊള്ളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് താഴോട്ടുള്ളവരൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആരും കൊണ്ടുപോകാതിരിക്കുക. അത്രയ്ക്ക് ഭീകരമായ സീനുകളെല്ലാം ഉണ്ട്. സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് മൂഡിലുള്ളൊരു മൂവിയാണ്. പിന്നെ അറിയാലോ, എല്ലാവരും 2-3 ദിവസമായിട്ട് എല്ലാവരും റിവ്യൂ എല്ലാം ഇട്ടിട്ട് ഏകദേശം സിനിമയുടെ ഒരു രീതിയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ എന്നാലും പറയാതിരിക്കാൻ മേല, ഭീകരമായ ബ്രൂട്ടൽ സീനുകളെല്ലാം ഉള്ള സിനിമയാണ്. അത്രയ്ക്ക് ചങ്കൂറ്റോ അല്ലെ മനക്കെട്ടിയുള്ളവർ പോയി കാണുക, അതാണ് ആ സിനിമയുടെ ഒരു രീതി. പിന്നെ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജഗദീഷൊക്കെ ഇന്നേ വരെ കാണാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചേക്കുന്നത്. പുള്ളിയൊക്കെ ഭയങ്കര ഭീകരനായ വില്ലനാണ്. പിന്നെ ബാക്കി വരുന്നത് സിദ്ദിഖിൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഷമ്മി തിലകിൻ്റെ മകൻ്റെ ക്യാരക്ടർ, പുള്ളിയൊക്കെ ഭയങ്കര എന്താ പറയുക ഭീകരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കംപ്ലീറ്റ് എല്ലാവരും ഒരുമാതിരി സമയങ്ങളെല്ലാം കോട്ടും സൂട്ടും ഒക്കെ തന്നെയാണ്. അതാണ് ഭയങ്കര എല്ലാ ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. സിനിമയുടെ ഒരു പിക്ചർ ടോൺ അനുസരിച്ച് അതെല്ലാം ബ്ലാക്കും, പിന്നെ അതുപോലെ തന്നെ കുറേ സ്റ്റൈലിഷ് കണ്ണാടികളും അതുപോലുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുറേ സ്മോക്കിംഗ് സീൻസ്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തെ സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റണ്ടാണ് ഇതിൻ്റെ അകത്തെ മെയിൻ. കഥ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്യാങ്സ്റ്റർ സിനിമകളിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു ഫാമിലി തൊടുകയും അതിൻ്റെ ബാക്കിയായിട്ട് റിവെഞ്ച് ചെയ്യുകയാണ്. റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ റിവെഞ്ചാണ്. പിന്നെ നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാള സിനിമയിൽ ഇങ്ങനത്തെ റിവെഞ്ച് സിനിമകൾ ഒന്നും ഇത്രയ്ക്ക് ഭീകരമായ ഭീകരമായ റിവെഞ്ചുകളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അന്യഭാഷാ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്യഭാഷ സിനിമകളിലെ ബ്രൂട്ടൽ സീനുകളിലൊക്കെ കൈയടിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് മലയാളികൾ. അതുകൊണ്ട് ഈ സിനിമ ഭീകരമായ രീതിയിൽ തന്നെ ഹിറ്റാവുകയും ചെയ്യും. പിന്നെ കുറേ എന്താ പറയുക, ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭീകരമായ ബ്രൂട്ടൽ സീനുകൾ, അതായത് മുഴുവൻ വെട്ടി മുറിക്കുന്ന സീൻ. അതായത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരം മുറിക്കുന്ന മെഷീനൊക്കെ ഇട്ടിട്ട് കൈയും കാലും വെട്ടിയെടുക്കുന്ന സീനുകളൊക്കെ ഉണ്ട്, അറുത്ത് കളയുന്ന സീനുകൾ. അതൊക്കെ ഭയങ്കര ഭീകരമായ രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ റിവെഞ്ച് മൂവിയാണ്. പിന്നെ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നവരൊക്കെ തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഒരു രീതിയിലുള്ള എന്താ പറയുന്നത്, നമുക്ക് ചളിയായിട്ട് തോന്നുന്ന കാട്ട് തമാശകളോ സാധനങ്ങളോ ഒന്നും ഇല്ല. അങ്ങനത്തെ സാധനമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇത് വളരെ ഡാർക്കായിട്ടുള്ളൊരു സിനിമയാണ്. ഉണ്ണി മുകുന്ദൻ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആക്ഷൻ സീക്വൻസ് നമ്മൾ മറ്റ് ഭാഷാ സിനിമകളിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നായകൻ 100 പേരെ ഇടിച്ചിടുന്ന സീനുകളൊക്കെ ഉണ്ട്. ആ ഒരു സീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, നമ്മൾ പറയുന്ന ലോജിക്കൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന പോലത്തെ തന്നെ സീനുകളൊക്കെ തന്നെയാണ്. ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപൂര ഇടിയാണ്, ചോര തുപ്പിക്കുന്ന ഇടിയാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയാണ് മാർക്കോ. അപ്പോൾ മാർക്കോ എന്തായാലും ഭീകരമായ ഒരു ഹിറ്റായിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ പോയി കാണുക. പിന്നെ മനക്കട്ടി ഇല്ലാത്ത ആളുകൾ പോയി കാണാതിരിക്കുക, അതാണ് പറയാനുള്ളത്. കാരണം കുറച്ച് ബ്രൂട്ടലാണ്. ഞാൻ 2-3 വട്ടം അല്ല, ഇത് ബ്രൂട്ടൽ എന്ന വേർഡ് പല സമയങ്ങളിലായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാനായിട്ടുള്ള കാരണം സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മനക്കട്ടിയുള്ളവർ പോയി സിനിമ കാണുക. അത്യാവശ്യം ചോര ചീറ്റുന്ന സിനിമയാണ് മാർക്കോ.